മഴത്തോരു മുൻപേ എന്ന മനോഹരമായ പരമ്പരയിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഔസേപ്പച്ചന്റെ ജീപ്പ് റബ്ബർ മരങ്ങൾക്കിടയിലെ മൺപാതയിലൂടെ കരിയിലകൾ പറത്തി പാഞ്ഞുവന്ന് തറവാട്ടുമുറ്റത്ത് നിന്നു. ഹെഡ്ലൈറ്റുകൾ അണച്ച ശേഷം ഔസേപ്പച്ചൻ പുറത്തിറങ്ങി. ആൽബർട്ട് അതിനു മുമ്പേ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ കാറും വീട്ടുമുറ്റത്ത് കിടപ്പുണ്ട്. മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ജ്യേഷ്ഠാനുജന്മാർ 3 പേരും ഒത്തുകൂടി ഔതക്കുട്ടിച്ചായനെയും വിളിച്ചു. ഔതക്കുട്ടിച്ചായൻ മുറിയിലേക്ക് വന്നു കയറിയപ്പോൾ തന്നെ ആൽബി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പച്ചൻ എന്തിനാ സമ്മതിച്ചു കൊടുത്തേ? റാണിമോൾ പ്രസവിച്ചെന്നും കുട്ടിയെ ഓർഫനേജിലേക്ക് മാറ്റിയെന്നും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുമൊക്കെ. ഹാ എടാ, എല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ നുണ പറയണോ? പറയണം. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തണമായിരുന്നു. അങ്ങനെ ചെയ്താൽ അവരപ്പച്ചൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ ഒരു തോട്ടി കൊണ്ട് കുത്തി പുറത്ത് ചാടിക്കുവോ? എടാ, നീ എന്തോന്നറിഞ്ഞോണ്ടാ ഈ കിടന്ന് ചാടുന്നേ? റാണിമോള് തന്നെ എല്ലാ കാര്യങ്ങളും അലീനയോട് പറഞ്ഞു കഴിഞ്ഞു. അതുമാത്രവുമല്ല, കുളത്തുപുഴയ്ക്ക് വരുന്നതിന് മുൻപ് തന്നെ അവൾക്കും എറണാകുളത്തുകാർക്കും ഇതെല്ലാം അറിയാമായിരുന്നു. അപ്പോൾ ഔസേപ്പച്ചൻ, അപ്പച്ചൻ എന്തിനാ അവരുടെ മുമ്പിൽ എല്ലാം സമ്മതിച്ചു കൊടുത്തത് എന്നാണ് ചോദ്യം. എടാ, ലാലിച്ചന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കള്ളം പറയാൻ എനിക്ക് പറ്റിയില്ല. ഇനി ഞാൻ അവന്റെ മുഖത്ത് നോക്കേണ്ടതല്ലേ? അല്ല അപ്പച്ചൻ ഈ കുളത്തുപുഴയിൽ പോയി താമസിക്കേണ്ട വല്ല കാര്യവുമുണ്ടായിരുന്നോ? ഇവിടെ തറവാട്ടിൽ റോബിയുടെ കൂടെ താമസിക്കേണ്ടവനല്ലേ അപ്പച്ചൻ? അവനല്ലേ അപ്പച്ചന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്? അയ്യോടാ, എനിക്ക് മനസ്സില്ലായിരുന്നടാ ഇവിടെ താമസിക്കാൻ. നീയൊക്കെ പോയി നിന്റെ പണി നോക്ക്. അല്ല പിന്നെ. ഔസേപ്പച്ചൻ അപ്പോൾ റോബർട്ടിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, എടാ, അപ്പച്ചൻ എല്ലാം പറഞ്ഞു തൊലച്ചിട്ടാ വന്നിരിക്കുന്നത്. ആ കൊച്ചു ജീവിച്ചിരിപ്പുണ്ടെന്ന് വരെ. ഇനിയിപ്പം നമ്മൾ എന്നാ ചെയ്യും? എന്നാലും മേരി ചേച്ചിയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ പോരായിരുന്നു അപ്പച്ച? അങ്ങ് ആസാമിലുള്ള മക്കളില്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും കൂടി ദത്തെടുത്ത് വളർത്തുകയാണെന്നോ അങ്ങനെ വല്ലതും? ലാലിച്ചായൻ നമ്മളെ കോടതി കയറ്റുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുക. സ്വന്തം മോളെ തിരിച്ചു കിട്ടുമെന്നുണ്ടെങ്കിൽ റാണിമോളും ലാലിച്ചന്റെ കൂടെ നിൽക്കുകയുള്ളൂ. ലാലിച്ചായൻ അവളെ കൊണ്ട് കോടതിയിൽ ഒരു ഹർജി കൊടുപ്പിച്ച നമ്മൾ പിന്നെ എന്നാ ചെയ്യും? 2 വയസ്സുവരെ ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലുണ്ടായിരുന്ന കുഞ്ഞിനെ കോടതിയിൽ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടാലോ? നമ്മൾ നമ്മുടെ കുടുംബം മൊത്തം നാറിയോ? നിയമം എപ്പോഴും അമ്മമാരുടെ കൂടെ നിൽക്കുകയുള്ളൂ. നിവർത്തികേട് കൊണ്ട് പറഞ്ഞു പോയതാ ഞാൻ. ഔസേപ്പച്ചന്റെ മുഖത്ത് നിസ്സഹായത വെളിപ്പെട്ടു. അപ്പോൾ റോബർട്ട് ഔതക്കുട്ടിച്ചായന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, ഈ അപ്പച്ചൻ വരുത്തി വെച്ച് ഓരോരോ ഏടാകുടങ്ങൾ നോക്കണേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കൊച്ചു ജീവിച്ചിരിപ്പുണ്ടെന്നും അതിനെ മേരി ചേച്ചിയെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നും പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ പുറകിനെങ്ങാണ് ഇറങ്ങി തിരിക്കുവോ ഈ ലാലിച്ചായൻ? അല്ല, ഈ എറണാകുളംകാരുടെ പ്ലാൻ എന്താണ്? അതപ്പച്ചൻ അറിയാവോ? എന്തിനാണ് അവർ എറണാകുളത്തൊന്ന് കുളത്തുപുഴയ്ക്ക് വന്നത്? അത് പിന്നെ അലീനയെയും റാണിമോളെയും കാണാൻ വേണ്ടിയാണ്. എന്നാ പിന്നെ കണ്ടിട്ടങ്ങ് പോയാൽ പോരെ? അവരെന്തിനാ റാണിയുടെ കാര്യത്തിലും അവരുടെ കൊച്ചിന്റെ കാര്യത്തിലും ഒക്കെ ഇടപെടുന്നേ? അവരിടപെട്ടില്ലല്ലോ. എല്ലാ കാര്യങ്ങളും അവരറിഞ്ഞു എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അവരുടെ ഉദ്ദേശം എന്താ അപ്പച്ച? പണ്ട് അവരുടെ മകൻ സ്നേഹിച്ചിരുന്ന പെണ്ണിനെ കണ്ടിട്ട് അവർക്ക് എന്താ ഇപ്പം മെച്ചം? ആ കൊച്ചിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് അവർക്ക് ആഗ്രഹം വല്ലതും ഉണ്ടോ? പെട്ടെന്ന് ഔതക്കുട്ടിച്ചായൻ 2 കൈയും എടുത്ത് ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, എനിക്കൊന്നും അറിയുകയുമില്ല, എന്നോടൊന്നും ചോദിക്കുകയും വേണ്ട, എനിക്കൊന്നും പറയാനില്ല. ഇത് പറഞ്ഞിട്ട് അയാൾ മുറി വിട്ടിറങ്ങിപ്പോയി. ഔസേപ്പച്ചായ, ഇനി എന്താ ചെയ്യുന്നേ? നമ്മൾ 3 കൂടി നാളെ തന്നെ കുളത്തുപുഴ ചെന്ന് അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരാം അല്ലേ? റോബർട്ടിന്റെ ഈ ചോദ്യത്തിന് ഔസേപ്പച്ചൻ മറുപടിയായി പറയുകയാണ്, അതിനു മുൻപ് വേറൊരു പ്രശ്നമുണ്ട്. ലാലിച്ചായൻ മേരി ചേച്ചിയുടെ ഫോൺ നമ്പർ എന്നോട് ചോദിച്ചിരിക്കുക. എപ്പോഴെങ്കിലും വിളിക്കും. അയ്യോ, അതിനിപ്പോ എന്താ? നമുക്കറിയത്തില്ലെന്നങ്ങ് പറഞ്ഞേക്കണം. എടാ, ഞാൻ തപ്പിയെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു പോയി. ഓ സാരമില്ല, അവസാനത്തെ ഒരു നമ്പർ അങ്ങ് തെറ്റിച്ചു പറഞ്ഞു കൊടുത്തേക്ക്. ആൽബർട്ടിന്റെ ഉപായം കേട്ടുകൊണ്ട് വീണ്ടും ഔസേപ്പച്ചൻ ചോദിക്കുകയാണ്, അവർ വിളിക്കുമ്പോൾ മേരി ചേച്ചിയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളെ വിളിച്ച് ചോദിക്കത്തില്ലേ? ഈ നമ്പരെ കയ്യിലുള്ളൂ, ചിലപ്പോൾ അവിടുത്തെ നമ്പർ മാറിയതായിരിക്കും എന്നങ്ങ് പറഞ്ഞാൽ മതി. എടാ, അലീന ലാലിച്ചായനെ കൊണ്ട് മേരി ചേച്ചിയുടെ ശരിക്കുള്ള നമ്പർ തപ്പിയെടുപ്പിക്കും. അവളാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ. അതിപ്പോൾ ഉറപ്പായില്ലേ? അടക്കി വെക്കുവാൻ കഴിയാത്ത അമർഷത്തോടെ ആൽബർട്ട് അപ്പോൾ പറയുകയാണ്, ഇനി അവളെ ഈ തറവാടിന്റെ മുറ്റത്ത് കാലുകുത്തിക്കരുത്. ലാലിച്ചായന്റെ മോളാണല്ലോ, അനാഥാലയത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടതാണല്ലോ, പാവമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇത്തിരി മനുഷ്യത്വം കാണിച്ചപ്പം നമുക്കിട്ട് പാരവെക്കാൻ നോക്കുക അവള്. അല്ല, അവൾക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഉടനെ റോബർട്ട് ഔസേപ്പച്ചന്റെ മുഖത്ത് നോക്കി നിർദ്ദേശിക്കുകയാണ്, ഔസേപ്പച്ചാൻ്റെ ഒരു കാര്യം ചെയ്, നാളെ രാവിലെ തന്നെ മേരി ചേച്ചിയെ ഒന്ന് വിളിക്ക്. നീ അടുത്ത കാലത്തെങ്ങാനും വിളിച്ചിരുന്നോടാ റോബി? 5-6 മാസം മുമ്പ് മേരിക്കുട്ടി ചേച്ചി ഇങ്ങോട്ടൊന്ന് വിളിച്ചായിരുന്നു, അപ്പച്ചന്റെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി. ആ, ഇനിയിപ്പോൾ വിളിച്ച ലാലിച്ചായൻ അലീന എന്നൊരു മോളുണ്ട് എന്നുള്ള ചരിത്രമൊന്നും ആദ്യം മുതൽ പറയാൻ നിൽക്കണ്ട. ആ കാര്യം തൽക്കാലം മിണ്ടുക വേണ്ട, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഔസേപ്പച്ചൻ ചോദിക്കുകയാണ്, എന്താടാ ഞാൻ പറയേണ്ടത്? അതായത് ലാലിച്ചായനും അവളും കൂടി തലകുത്തി നിന്ന് നോക്കിയാലും ആ കൊച്ചിനെ കണ്ടുപിടിക്കാൻ പറ്റരുത്. ആൽബർട്ട് ആ വാക്കുകൾ ഊന്നി പറയുമ്പോൾ റോബർട്ട് അതിനെ പിന്താങ്ങി. കുളത്തുപുഴയിൽ സ്റ്റാൻലിയുടെ നേതൃത്വത്തിൽ മറ്റൊരു കൂടിയാലോചന ഈ സമയം നടക്കുന്നുണ്ടായിരുന്നു. ഷെറിന്റെ കുട്ടിയെ വീണ്ടും കിട്ടിയാൽ എന്തു ചെയ്യണം? ആരാണ് അവളെ വളർത്തേണ്ടത്?
ഷെറിൻ കുട്ടിയെ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെയും കുട്ടിയുടെയും ഭാവി ജീവിതം അതെങ്ങനെ കരുപിടിപ്പിക്കണം? പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താവുന്ന പ്രശ്നങ്ങളല്ല അതൊന്നും. ഒടുവിലായി അലീന പറയുകയാണ്, പപ്പ, നമ്മൾ അതൊന്നും ആലോചിച്ച് തൽക്കാലം തലപുകയ്ക്കണ്ട. എന്തായാലും മോളെ കണ്ടുപിടിക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ സ്റ്റാൻലി, മേരിക്കുട്ടിയുടെ നമ്പർ നാളെ കിട്ടും. റാണിയെ കൊണ്ട് അവളെ വിളിപ്പിക്കാം. പറയുമ്പോൾ അത്ര എളുപ്പമല്ല പപ്പ. മേരിക്കുട്ടി ആൻറ്റിയുടെ നമ്പർ അങ്കിളുമാർ ഒരുപക്ഷെ തന്നില്ലെങ്കിലോ? തരാതിരിക്കാൻ പറ്റുമോ? പറ്റും. എവിടെയോ കുറിച്ചു വെച്ചിരുന്നതാ, ഇപ്പൊ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് നമ്മളെ തടയാൻ സാധിക്കുമോ മോളെ? മേരിക്കുട്ടിയുടെ കോൺവെന്റ് തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലുമുണ്ട്. അവിടെ വിളിച്ച് സിലിഗുരിയിലെ കോൺവെന്റിന്റെ നമ്പർ വേണമെന്ന് ആവശ്യപ്പെടാം. അല്ലെങ്കിൽ അവിടെ പോയി നമുക്ക് വാങ്ങിച്ചു കൊണ്ടുവരികയും ചെയ്യാം. ഉടനെ അലീന ഒരു സംശയം ചോദിക്കുകയാണ്. ഒരുപക്ഷെ സിലിഗുരിയിലെ ആൻറ്റി പപ്പയോട് സത്യം തുറന്നു പറയാൻ തയ്യാറായില്ലെങ്കിലോ? കന്യാസ്ത്രീകൾ കള്ളം പറയുമോ മോളെ? അങ്ങനെ ഒരു കള്ളം പറയുന്നത് കൊണ്ട് അവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? കള്ളം പറയുന്നില്ലെങ്കിലും സത്യം പറയാതിരിക്കരുതോ പപ്പ? അതിൻ്റെ ആവശ്യം അവർക്കില്ലല്ലോ. ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇതുവരെയും സത്യം പറയാതെ മറച്ചു വെച്ചിരുന്നത്. അലീനയുടെ ആ വാക്കുകൾ കേട്ടപ്പോഴേക്കും താടി ഒഴിഞ്ഞുകൊണ്ട് സ്റ്റാൻലി പറയുകയാണ്, അതും ഒരു കണക്കിന് ശരിയാണ്. മേരിക്കുട്ടി കന്യാസ്ത്രീയാകാൻ പോയത് എനിക്കിഷ്ടപ്പെട്ടില്ല. അന്നു മുതലേ ഞാനും അവളും തമ്മിൽ അത്ര രസത്തിലല്ല. ഉടുപ്പിട്ടതോടെ അവൾക്ക് ലോകത്തുള്ള സകലരെയും ഉപദേശിക്കാനുള്ള അവകാശം കിട്ടി. സ്റ്റാൻലി ആ വാക്ക് പറയുമ്പോൾ പപ്പയും സിലിഗുരിയിലെ കന്യാസ്ത്രീയും തമ്മിലുള്ള മാനസികമായ അകലം എത്രത്തോളം ഉണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ആ സഹോദരനും സഹോദരിയും തമ്മിൽ ഫോൺ വിളിയോ കത്തിടപാടുകളോ ഇല്ല. ഉടനെ മാമച്ചൻ ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് എത്ര കാലമായി? 2 കൊല്ലം മുമ്പ് അവൾ തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണാൻ പോയില്ല. എന്നെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൾ ഇവിടെ വരുമായിരുന്നു. അത് കേട്ടുകൊണ്ട് അലീന പ്രതികൂല അർത്ഥത്തിൽ തലയാട്ടി. പ്രശ്നപരിഹാരം താൻ ഉദ്ദേശിച്ചത്ര എളുപ്പമല്ല എന്ന് അവൾക്ക് മനസ്സിലായി. വടക്കേ ഇന്ത്യയിൽ എവിടെയുള്ള ഈ കന്യാസ്ത്രീ സഹോദരിയെക്കുറിച്ച് ഔതക്കുട്ടിച്ചായൻ 1-2 തവണ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ അവരെപ്പറ്റി യാതൊരു ധാരണയും അലീനയ്ക്കുണ്ടായിരുന്നില്ല. ഒടുവിലായി സ്റ്റാൻലി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു, എന്തായാലും ഫോൺ നമ്പർ സംഘടിപ്പിക്കുന്ന കാര്യം അത് ഞാനേറ്റു. അടുത്തതായി കാണുന്നത് ഔസേപ്പച്ചൻ്റെ വീട്ടിലെ രംഗങ്ങളാണ്. രാവിലെ ജോസുകുട്ടിയാണ് ഔസേപ്പച്ചനെ വിളിച്ചുണർത്തിയത്. പപ്പ ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങാതെ ഒന്ന് എഴുന്നേറ്റേ. കുളത്തുപുഴയെന്ന് ഇത് 3ാമത്തെ തവണയാണ് വിളിക്കുന്നത്. ലാലിച്ചാനാണോ? പിന്നെ അല്ലാതെ അവിടുന്ന് വിളിക്കാൻ വേറെ ആരാ? ഞാൻ ഉറക്കമാണെന്ന് നിനക്ക് പറയാൻ മേലായിരുന്നു. ഔസേപ്പച്ചൻ മെല്ലെ കണ്ണു തിരുമി എഴുന്നേറ്റിരുന്നു. അപ്പോൾ വീണ്ടും ജോസുകുട്ടി, അരമണിക്കൂറായി വിളി തുടങ്ങിയിട്ട്. 2 തവണ ഞാൻ പറഞ്ഞു പപ്പ എഴുന്നേറ്റിട്ടില്ലെന്ന്. സമ്മതിക്കണ്ടേ? ഉടൻ തന്നെ ഔസേപ്പച്ചൻ എഴുന്നേറ്റ് എന്ന് ഫോൺ എടുത്തു. ലാലിച്ചായ, ഇത് ഞാനാ. എടാ, മേരിക്കുട്ടിയുടെ ഫോൺ നമ്പർ നീ തന്നില്ലല്ലോ. അത് കേട്ടുകൊണ്ട് നീരസത്തോടെ ഔസേപ്പച്ചൻ പറയുകയാണ്, ഫോൺ നമ്പറിന് വേണ്ടിയിട്ടാണോ ലാലിച്ചായൻ മനുഷ്യനെ ഇങ്ങനെ ഉറക്കപ്പായത്തുനിന്ന് വിളിച്ചുണർത്തി ബുദ്ധിമുട്ടിക്കുന്നത്? നേരം ഒന്ന് വെളുത്തോട്ടെ ലാലിച്ചായ. ഓഹോ, ഇവിടെയൊക്കെ 1.5 മണിക്കൂർ മുമ്പേ നേരം വെളുത്തടാ. ഇപ്പം മണി 7:30 കഴിഞ്ഞു. അല്ല, പത്തനാപുരത്ത് ഇപ്പോഴും രാത്രി തന്നെയാണോ? സ്റ്റാൻലിയുടെ പരിഹാസം കേട്ട ഔസേപ്പച്ചന് ദേഷ്യം വന്നെങ്കിലും അയാൾ അത് അടക്കി. എന്നിട്ട് പറയുകയാണ്, മേരി ചേച്ചിയുടെ കോൺവെന്റിലെ നമ്പർ തപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാ എഴുതിയെടുത്തു. ഔസേപ്പച്ചൻ ടെലഫോൺ ബുക്ക് എടുത്ത് അതിൽ നിന്നും ഒരു നമ്പർ സെലക്ട് ചെയ്ത് പറഞ്ഞു കൊടുത്തു. അവസാനത്തെ അക്കം 3 പകരം 4 എന്ന് തെറ്റിച്ചാണ് പറഞ്ഞു കൊടുത്തത്. സ്റ്റാൻലി ഫോൺ താങ്ക്സ് പറഞ്ഞു വെച്ചിട്ടും ഔസേപ്പച്ചൻ റിസീവറും കയ്യിൽ പിടിച്ച് അല്പനേരം ആലോചിച്ചിരുന്നു. പിന്നെ സ്റ്റാൻലിക്ക് പറഞ്ഞു കൊടുത്ത നമ്പർ അവസാനത്തെ അക്കം തെറ്റാതെ ഡയൽ ചെയ്തു. 1 തവണ റിങ് ചെയ്ത് തീർന്നു. 2ാമത്തെ ശ്രമത്തിലാണ് ഔസേപ്പച്ചന് മറുവശത്ത് ആളെ കിട്ടിയത്. ഫോൺ എടുത്ത കന്യാസ്ത്രീയോട് തനിക്ക് സിസ്റ്റർ മരിയ ജോസഫൈനെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. ഹോൾഡ് ചെയ്യുവാൻ മറുവശത്ത് നിന്ന് നിർദ്ദേശം വന്നു. അല്പം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ മരിയ ജോസഫൈൻ്റെ ശബ്ദം ഫോണിൽ കേട്ടു. ഹലോ, ആരാണ്? ഇത് ഔസേപ്പച്ചനാ, പത്തനാപുരത്തുനിന്ന്. എൻ്റെ മാതാവേ, എന്തു പറ്റിയൊന്ന് വിളിക്കാൻ? ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാൻ വേണ്ടിയാണോ വിളിച്ചേ? മരിച്ചുപോയെങ്കിൽ മഠത്തിലുള്ളവരാരെങ്കിലും ഇവിടെ അറിയിക്കാതിരിക്കുവോ? എന്നാലും എൻ്റെ ഔസേപ്പച്ച, ഇങ്ങനൊരു പെങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കാർക്കും ഒരു വിചാരവും ഇല്ലല്ലോ. കന്യാസ്ത്രീ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞതുപോലെയാ അല്ലേ? ഇങ്ങനൊരു മകളുണ്ടെന്നുള്ള വിചാരം അപ്പച്ചന് പണ്ടേ ഇല്ല. 4 ആങ്ങളമാരുണ്ടായിട്ട് ഒരൊറ്റ എണ്ണത്തിന് എൻ്റെ സ്വരം ഒന്ന് കേൾക്കുക പോലും വേണ്ട. അപ്പോൾ ഔസേപ്പച്ചൻ, ഇഹലോക സുഖങ്ങളും സ്വന്തങ്ങളും ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ച് സഭാവസ്ത്രം സ്വീകരിച്ച മേരി ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടമാകട്ടോ. ശരി ശരി ഔസേപ്പച്ച, നീ ഒരു കാര്യം ഓർത്തു. ഞാൻ ഇങ്ങനെ ഒരുത്തി ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ വലിയ കേടില്ലാതെ കഴിഞ്ഞുകൂടുന്നത്. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രമാണ്. മേരി ചേച്ചി രാവിലെ ഇത്രയും വലിയ തമാശയൊന്നും പറയല്ലേ. 5-6 റബ്ബർ ഉള്ളത് കൊണ്ടാണ് ഞാനും വത്സമയും പിള്ളേരും കഞ്ഞി കുടിച്ച് കഴിയുന്നത്. മേരി ചേച്ചി പ്രാർത്ഥിച്ചിട്ടാണോ റബ്ബർ വെട്ടുമ്പോൾ പാല് കിട്ടുന്നേ? അഹങ്കരിക്കല്ലേ ഔസേപ്പച്ച. കർത്താവ് വിചാരിച്ചാൽ ഒരു ഞൊടി ഇടകൊണ്ട് നിനക്കുള്ളത് മുഴുവൻ നശിച്ചു പോവും. ഒരു കാറ്റ് വീശിയാൽ മതിയടാ, നിന്റെ റബ്ബർ തോട്ടം പിന്നെ വെറും തരിശു ഭൂമിയാ. എൻ്റെ മേരി ചേച്ചി ഇങ്ങനെയൊന്നും പറയാതെ. മേരി ചേച്ചി പറയുന്നത് കേട്ടാ തോന്നും ദൈവം ആരുടെ മെക്കിട്ട് കയറണമെന്നറിയാത്ത ദേഷ്യം കയറിയിരിക്കുകയാണെന്ന്.
നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞ് അങ്ങേരെ കൊണ്ടത് ചെയ്യിക്കല്ലേ. ആ, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നീ ഇപ്പം എന്തിനാ വിളിച്ചതെന്നങ്ങ് പറ. അപ്പോൾ ഔസേപ്പച്ചൻ, അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട് മേരി ചേച്ചി. നമ്മുടെ റാണിയുടെ കൊച്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നത് മേരി ചേച്ചിയുടെ കയ്യിലാണെന്ന വിവരം ഈയിടെ അവൾ അറിഞ്ഞു. അവൾ മാത്രമല്ല, ലാലിച്ചായനും ഈയിടെ വിവരങ്ങളെല്ലാം മനസ്സിലാക്കി. ഏ, എങ്ങനെ അറിഞ്ഞു? നിനക്കും റോബിക്കും ആൽബിക്കും അപ്പച്ചനും എനിക്കും മാത്രമല്ലേ അത് അറിയത്തുള്ളൂ, പിന്നെ എങ്ങനെയാ? ആ, അതേപ്പറ്റി ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പച്ചൻ്റെ വിടുവാ പറച്ചിൽ വരുത്തി വെച്ച വിനയാണെന്ന് കൂട്ടിക്കൊണ്ടാൽ മാത്രം മതി. അപ്പച്ചൻ റാണിമോളോട് ഇതൊക്കെ പറഞ്ഞോ? മേരി ചേച്ചി അറിയാത്ത ഒരുപാട് ചുറ്റിക്കളികൾ ഇതിനിടയ്ക്ക് പുനലൂരിലും കുളത്തുപുഴയിലും ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ വിസ്തരിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ ഫോൺ ബില്ല് അടയ്ക്കാൻ ഞാൻ എൻ്റെ തോട്ടം വിൽക്കേണ്ടി വരും. എടാ, നീ അങ്ങ് ചുരുക്കി പറഞ്ഞാൽ മതി. മേരി ചേച്ചി, സംഗതി ഇത്രയേ ഉള്ളൂ. ലാലിച്ചായൻ്റെ കൂടെ കുളത്തുപുഴയിൽ അലീന എന്നു പേരുള്ള ഒരു പെണ്ണു വന്ന് കൂടിയിട്ടുണ്ട്. ലാലിച്ചായൻ്റെ മോളാണെന്നാണ് പറയുന്നത്. എൻ്റെ ഈശോയെ, കുഞ്ഞാഞ്ഞയ്ക്ക് നമ്മളറിയാതൊരു മോളോ? കല്യാണത്തിന് മുമ്പ് ആഗ്രയിൽ വെച്ച് ലാലിച്ചായൻ്റെ ഒരു പെണ്ണുമായി അടുപ്പമുണ്ടായിരുന്ന കഥ മേരി ചേച്ചിക്ക് അറിയാലോ. ആ, അറിയാം. അപ്പച്ചൻ സമ്മതിക്കാഞ്ഞിട്ടല്ലേ ആ കല്യാണം നടക്കാതെ പോയത്? ആ, അത് തന്നെ. ആ ബന്ധത്തിൽ ഒരു മോളുണ്ടായിന്നാണ് ഇപ്പം പറയുന്നത്. 3 മാസമായിട്ട് അവൾ ലാലിച്ചായൻ്റെ കൂടെയാണ് താമസം. അവൾ പറയുന്നത് ആ ലാലിച്ചായൻ ഇപ്പോൾ വേദവാക്യം. അവളാ ഈ പ്രശ്നങ്ങളെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത്. അയ്യോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഔസേപ്പച്ച. ഈ 3 മാസത്തിനിടയിൽ ആരും എന്നോട് ഈ കാര്യമൊന്ന് സൂചിപ്പിച്ചതുപോലും ഇല്ലല്ലോ. വെറുതെ മേരി ചേച്ചിയെ കൂടി വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് പറയാതിരുന്നത്. ഇനി അഥവാ വിളിച്ച മേരി ചേച്ചി ഫോൺ താഴെ വെക്കുവോ? ഈ കൽക്കട്ടയ്ക്കും സിലിഗുരിക്കുമൊക്കെ വിളിക്കുമ്പോൾ എത്രയാ ബില്ല് വരിക എന്നറിയാമോ? എടാ, ഞാനിപ്പോൾ സിലിഗുരിയിലല്ല ഔസേപ്പച്ച, സിക്കിമിലാ. പാക്യോങ് എന്ന സ്ഥലത്താണ്. സിലിഗുരിയിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. നിന്റെ ഭാഗ്യത്തിനാ നീ ഇപ്പോൾ വിളിച്ചപ്പോൾ എന്നെ കിട്ടിയത്. 2 ആഴ്ചത്തെ റിട്രീറ്റിന് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇന്നലെ തീർന്നു. ഇന്ന് ഞാൻ തിരിച്ചു പോകും. ആഹാ, അത് ശരി. ഈ സ്ഥലം മാറ്റവും കാര്യങ്ങളും ഒക്കെ നടന്നിട്ട് ഞങ്ങളെ ആരെയും അറിയിച്ചില്ലല്ലോ. എടാ, 1 മാസമേ ആയിട്ടുള്ളൂ ഇവിടുന്ന് മാറ്റം കിട്ടിയിട്ട്. പാക്യോങ്ങിൽ ചെന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. അന്നേരം എല്ലാം വിസ്തരിച്ച് പറയണേ. ഓക്കെ. പക്ഷെ അതിനിടയ്ക്ക് ഒരു കാര്യം, ലാലിച്ചായൻ എന്നോട് മേരി ചേച്ചിയുടെ നമ്പർ ചോദിച്ചു. ഞാൻ ഒരു നമ്പർ തെറ്റിച്ചാ കൊടുത്തിരിക്കുന്നത്. എന്നാലും ശരിക്കുള്ള നമ്പർ ലാലിച്ചായനെ എവിടുന്നെങ്കിലും തപ്പിയെടുത്ത് വിളിക്കാൻ സാധ്യതയുണ്ട്. എന്തിനാടാ വിളിക്കുന്നത്? റാണിയുടെ കൊച്ചിപ്പ് എവിടെയുണ്ടെന്ന് ലാലിച്ചായനും അലീനയ്ക്കും അറിയണം. യാതൊരു കാരണവശാലും അത് പറഞ്ഞു കൊടുത്തേക്കരുത്. ഞാൻ എന്താടാ പറയേണ്ടത്? മക്കളില്ലാത്ത വല്ല ഹിന്ദിക്കാരും വന്ന് ദത്തെടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞാൽ മതി. ദത്തെടുത്തവരുടെ അഡ്രസ്സ് കൊടുക്കാൻ നിയമം അനുവദിക്കുന്നില്ലെന്ന് കൂടി പറഞ്ഞേക്കണം. എന്നെ വിളിച്ചെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. വിളിക്കും, ഉറപ്പായിട്ടും വിളിക്കും. ചിലപ്പോൾ അവിടെ വന്ന് അന്വേഷിച്ചെന്നും ഇരിക്കും. ഇവിടെ വന്നാൽ എന്നെ കാണാനൊന്നും പറ്റില്ല. ഞാനങ്ങ് പാക്കിയോങ്ങിലല്ലേ. പട്ടാളത്തിലായിരുന്നപ്പോൾ ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ടുള്ള ലാലിച്ചായന് ഇത് വല്ലതും ഒരു പ്രശ്നമാണോ മേരി ചേച്ചി? എനിക്ക് മേരി ചേച്ചിയുടെ ഒരു വാക്ക് കിട്ടിയാൽ മതി. റാണിയുടെ മോൾ എവിടെയുണ്ട് എന്നുള്ള രഹസ്യം ഒരിക്കലും ലാലിച്ചായനെ അറിയിക്കില്ലെന്ന്. ആ, അതൊന്നും ഇനി ആരും അന്വേഷിക്കണ്ട. നീ ചോദിച്ചാലും പറയുന്ന പ്രശ്നമില്ല. മതി, അത്രയും മാത്രം കേട്ടാൽ മതി എനിക്ക്. മേരി ചേച്ചി വീണ്ടും ചോദിക്കുകയാണ്. അല്ല ഔസേപ്പച്ച, കുഞ്ഞാഞ്ഞയുടെ മോളാണെന്ന് പറഞ്ഞു വന്ന ആ പെണ്ണുണ്ടല്ലോ, അവൾ എവിടെയായിരുന്നു ഇത്രയും കാലം? കുഞ്ഞാഞ്ഞയെ പറഞ്ഞു പറ്റിച്ചതുവല്ലോ ആണോടാ? പെട്ടെന്ന് ഔസേപ്പച്ചൻ പറയുകയാ. ദേ, വേറൊരു കോള് വരുന്നുണ്ട് മേരി ചേച്ചി. ലാലിച്ചായനാണെന്നാ തോന്നുന്നത്. ഞാൻ പിന്നെ വിളിക്കാമേ. മറുപടിക്ക് കാത്തു നിൽക്കാതെ ഔസേപ്പച്ചൻ കോള് കട്ട് ചെയ്തു. തുടർന്ന് കാണുന്നത് കുളത്തുപുഴയിൽ സ്റ്റാൻലിയും അലീനയും കൂടി ഫോൺ ചെയ്യുന്ന കാഴ്ചയാണ്. സ്റ്റാൻലി റിസീവർ താഴേക്ക് വെച്ചിട്ട് അലീനയോട് പറയുകയാണ്, എൻഗേജിലാണ്. അപ്പോൾ അലീന, മൊബൈൽ നമ്പറിൽ വിളിച്ചു നോക്കിയാലോ? അതും ഞാൻ നോക്കി, സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അലീന ശബ്ദം താഴ്ത്തി സ്റ്റാൻലിയെ വിളിക്കുകയാണ്. പപ്പ. സ്റ്റാൻലിക്ക് കാര്യം മനസ്സിലായി ആ വിളി കേട്ടപ്പോൾ തന്നെ. എങ്കിലും അജ്ഞത ഭാവിച്ചു. എന്നിട്ട് അയാളൊന്ന് മൂളി. അപ്പോൾ അലീന, ഞാനും റാണി ആൻറ്റിയും കൂടി മാമച്ചനങ്കിളിൻ്റെ കൂടെ എറണാകുളത്ത് വരെ ഒന്ന് പോയിക്കോട്ടെ? ഏയ് വേണ്ട, വേറൊരു ദിവസം പോകാം. പപ്പ, ഇന്നാണെങ്കിൽ പോകുന്ന വഴി കൊല്ലത്തിറങ്ങി ചിന്നുമോളെയും കാണാമായിരുന്നു. ചിന്നുമോളോ? അതാരാ? ഞങ്ങളുടെ കൂടെ ഓർഫനേജിലുണ്ടായിരുന്ന കുട്ടിയാ. സ്റ്റാൻലി മറുപടി പറയാതെ ഔസേപ്പച്ചൻ്റെ നമ്പർ ഡയൽ ചെയ്തു. വീണ്ടും ഇത്തവണ ഔസേപ്പച്ചനെ ലൈനിൽ കിട്ടി. ഔസേപ്പച്ച, നീ തന്ന നമ്പറിൽ വിളിച്ചിട്ട് പാൻ ഷോപ്പിലാണല്ലോടാ കോള് ചെല്ലുന്നത്. എടുക്കുന്നത് ഒരു പുരുഷൻ, സംസാരിക്കുന്നതാണെങ്കിൽ ബംഗാളി ഭാഷയിൽ. ഓഹോ, ചിലപ്പോൾ മേരി ചേച്ചിയുടെ കോൺവെൻറ്റിലെ നമ്പർ മാറിയതായിരിക്കും ലാലിച്ചായ. ആര് മാറ്റിയെന്ന്? നീയോ അതോ അവരോ? നമ്പർ മാറ്റമൊക്കെ ഇപ്പോൾ സാധാരണയല്ലേ ലാലിച്ച? വേറെ നമ്പറൊന്നും ഇല്ലേടാ നിന്റെ കയ്യിൽ? ഇല്ല. അഡ്രസ്സ് ഉണ്ടോ? ഇവിടെ എങ്ങാണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഇത് പറഞ്ഞിട്ട് ഫോൺ സ്റ്റാൻഡ് താഴെ വെച്ചു. എന്നിട്ട് അലീനയോട് പറയുകയാണ്, ശരിക്കുമുള്ള ഫോൺ നമ്പരും ഇല്ല, അഡ്രസ്സും ഇല്ല. പപ്പ, നമ്മളത് പ്രതീക്ഷിക്കണ്ട. അവരുടെ സഹായം കൂടാതെ പപ്പ വിചാരിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ആ, നമ്പരൊക്കെ ഞാൻ എടുത്തു തരാം. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ചില ആൾക്കാർ കൽക്കട്ടയിലുണ്ട്. അതുമല്ലെങ്കിൽ തിരുവല്ലയിലെ കോൺവെന്റിൽ അന്വേഷിക്കാം. ഉപേക്ഷ വിചാരിക്കല്ലേ പപ്പ.
റാണി ആൻറ്റി വലിയ പ്രതീക്ഷയില്ല. ഇന്നലെ ഉറങ്ങിയിട്ട് പോലുമില്ല. അതുപോലെ തന്നെ മാമച്ചൻ അങ്കിളും ആൻറ്റിയും. അവരുടെ മകൻ്റെ കുഞ്ഞല്ലേ, ബംഗാളിലാണെങ്കിലും ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവരുടെ ഒരു സന്തോഷം കാണേണ്ടതായിരുന്നു. മരിച്ചുപോയ മകൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കേട്ടതുപോലെയാ. ഉടനെ സ്റ്റാൻലി പറയുക, എല്ലാവരും കൂടി അപ്പച്ചനെയും അനുജന്മാരെയും സകല കുടുംബക്കാരെയും എൻ്റെ ശത്രുക്കളാക്കും. അപ്പച്ചൻ പിണങ്ങിപ്പോയത് നീ കണ്ടല്ലോ. ഔതക്കുട്ടിച്ചാനിങ്ങ് തിരിച്ചു വരും പപ്പ. ഭക്ഷണവും മരുന്നും വസ്ത്രവും ഒക്കെ കുറഞ്ഞു പോയാലും ശരി, മനുഷ്യൻ എങ്ങനെയും ജീവിക്കും. പക്ഷേ സ്നേഹമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആഹാ, നിന്റെ സ്നേഹമല്ലേ, അതിനെയും അപ്പച്ചൻ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പപ്പ, ഞാൻ ചോദിച്ചതിന് ഇതുവരെ പപ്പ മറുപടി തന്നില്ലല്ലോ. എറണാകുളത്ത് പോകുന്ന കാര്യം. നീ അവളെയും കൊണ്ട് എറണാകുളത്ത് പോയിട്ട് എപ്പോൾ തിരിച്ചു വരാനാ? ഒരാഴ്ച കഴിയുമ്പോഴേക്കും തിരിച്ചു വരാം. ഏയ്, അതൊന്നും വേണ്ട, ഒരാഴ്ചയൊന്നും പറ്റില്ല. റാണി ആൻറ്റി അവിടെ ഒരാഴ്ച താമസിക്കട്ടെ പപ്പ. ആൻറ്റിക്കത് വലിയ സന്തോഷമായിരിക്കും. നല്ല മാറ്റം ഉണ്ടാവും. ആ, ഞാൻ വിളിക്കുമ്പോൾ പക്ഷെ തിരിച്ചു വരണം. അതിന് സമ്മതമാണെങ്കിൽ മാത്രം പോയാൽ മതി. അലീന ലോട്ടറി അടിച്ച സന്തോഷത്തോടെ പറയുകയാണ്, അയ്യോ സമ്മതമാണ്. ഉടനെ സ്റ്റാൻലി ഒരു പരിഭവത്തോടു കൂടി പറയുകയാണ്, ഇവിടെ നിൽക്കാൻ മാത്രമേ ഉള്ളൂ നിനക്കൊരു താല്പര്യവുമില്ലാത്തത് അല്ലേ? ഇവിടം വിട്ട് എവിടെ പോകണമെന്ന് പറഞ്ഞാലും ഏത് നിമിഷവും നീ അതിനുവേണ്ടി തയ്യാറായിട്ട് അങ്ങ് നിൽക്കുക. എന്താ പപ്പ ഇങ്ങനെയൊക്കെ പറയുന്നത്? എവിടേക്ക് പോയാലും ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ തിരിച്ചു വരുന്നത്. അതെന്തുകൊണ്ടാ? എൻ്റെ പപ്പ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമല്ലേ? ആ, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. നീ കൂടുതൽ സുഖിപ്പിക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടൻ മാമച്ചനും ഗ്രേസമ്മയും ഷെറിനും അലീനയും രേവതിക്കുട്ടിയും യാത്രയ്ക്കൊരുങ്ങി. സ്റ്റാൻലി അപ്പോൾ അലീനയോടും ഷെറിനോടുമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ തിരിച്ചു വരും? അതിന് മാമച്ചൻ്റെ മറുപടി, ഞാൻ തന്നെ കാറിൽ തിരികെ കൊണ്ടുവന്ന് എത്തിക്കാം ഇവിടേക്ക്. ഏയ്, അത് വേണ്ട, കാറുമായിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ അലീന, ഇത് രണ്ടും വേണ്ടെന്നേ, ഞങ്ങളൊരു ബസ്സിൽ കയറി തിരിച്ചിങ്ങി പോന്നോളാം. കുളത്തുപുഴയിൽ നിന്നും 10 മണിയോടുകൂടി അവർ യാത്ര തിരിച്ചു. കൊട്ടാരക്കര കൊല്ലം വഴി പോകാനായിരുന്നു പ്ലാൻ. കാറ് കിളികൊല്ലൂരെത്തിയപ്പോൾ വലത്തെ പോക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞ് ത്യാഗഭവനം എന്നെഴുതിയ വലിയ ബോർഡിന് കീഴിലുള്ള ഗേറ്റിന് മുൻപിൽ ചെന്ന് നിന്നു. ഒരു നേരിയ മഴച്ചാറ്റലുണ്ടായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങി വരുവാൻ അലീന നിർബന്ധിച്ചപ്പോൾ ഷെറിൻ വിസമ്മതിച്ചു. ഞാനിവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയി കണ്ടിട്ട് വന്നാൽ മതി. അപ്പോൾ മാമച്ചൻ, അവളെ നിർബന്ധിക്കണ്ട മോളെ, നമുക്ക് പോയിട്ട് വരാം. ഗ്രേസമ്മ അവൾക്ക് കൂട്ടായി കാറിൽ തന്നെ ഇരുന്നു. രേവതിക്കുട്ടിയും അലീനയും മാമച്ചനും കൂടി ത്യാഗഭവനത്തിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയി. രേവതിക്കുട്ടി ഗിഫ്റ്റ് പാക്കറ്റുകൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് രേവതിക്കുട്ടി ചോദിക്കുകയാണ്, അതെന്താ അലീന ചേച്ചി ഷെറിൻ ചേച്ചി നമ്മുടെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞത്? പോങ്ങുമൂട്ടിലെ ഓർഫനേജിലായിരുന്നില്ലേ റാണി ആൻറ്റിയുടെ മോള്? മോളെ നഷ്ടപ്പെട്ട ശേഷം റാണി ആൻറ്റിക്ക് ഓർഫനേജ് എന്ന് കേൾക്കുമ്പോഴേ നെഞ്ചിലൊരു തീയാണ്. അവർ ത്യാഗഭവൻ്റെ ഓഫീസിൽ ചെന്ന് സിസ്റ്റർ ആഗ്നസിനെ കണ്ടു. സിസ്റ്റർ ആഗ്നസ് മറ്റൊരു കന്യാസ്ത്രീയെ വിളിച്ച് അലീനയും രേവതിക്കുട്ടിയും അവരോടൊപ്പം ചിന്നുമോളുടെ അടുത്തേക്ക് അയച്ചു. മാമച്ചൻ ഓഫീസിൽ തന്നെ ഇരുന്നു. സിസ്റ്റർ ആഗ്നസ് ചിന്നുമോളുടെ അവസ്ഥയെപ്പറ്റി മാമച്ചനോട് വിവരിച്ചു. അവൾക്ക് അടിക്കടി ഇങ്ങനെ പനിയും ശ്വാസം മുട്ടലും ഉണ്ടാകുന്നതിൻ്റെ കാരണം കഴിഞ്ഞ തവണ നിങ്ങൾ വന്നപ്പോൾ പറഞ്ഞിരുന്നല്ലോ. ഒവ്, ഹൃദയത്തിലെ ഒരു വാൽവിൻ്റെ തകരാറാണെന്നല്ലേ ഞാൻ ഓർക്കുന്നുണ്ട്. മരുന്ന് കഴിക്കുമ്പോൾ കുറേ വ്യത്യാസം കാണുന്നുണ്ട്. എന്നാലും പേസ് മേക്കർ വെക്കാൻ ഇനി വൈകിക്കേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഓ, ഓക്കെ, അതെല്ലാം വേണ്ടതുപോലെ ചെയ്തോളാം സിസ്റ്റർ. അവളുടെ സ്പോൺസർഷിപ്പ് താങ്കളാണല്ലോ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതെല്ലാം വിശദമായിട്ട് പറയുന്നത്. ഇതിനകം തന്നെ അവൾക്ക് വേണ്ടി നല്ലൊരു തുക ചിലവായി. ബില്ലുകളൊക്കെ ഞങ്ങൾ അയച്ചു തന്നിരുന്നു. അപ്പോൾ മാമച്ചൻ, ഇനി ഉടനെ എന്തെങ്കിലും പൈസ വേണ്ടി വരുമോ സിസ്റ്റർ? തൽക്കാലം വേണ്ട, താങ്കൾ തന്ന ഫണ്ട് ഇനിയും ബാക്കിയുണ്ട്. അവൾക്കിപ്പോൾ സുഖം തന്നെയല്ലേ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ അവൾക്കും അവരോടൊപ്പം ചാടണം. പക്ഷേ അവളുടെ ഹൃദയത്തിന് അതിനുള്ള ശക്തിയില്ല. പെട്ടെന്ന് കിതയ്ക്കും. ശ്വാസം വേണ്ടത്ര കിട്ടാത്തത് കൊണ്ട് 2 തവണ അവൾ കുഴഞ്ഞു വീണു. അധികം ചാടിത്തുള്ളാനൊന്നും വിടാതെ ഞങ്ങൾ അവളെ പ്രത്യേകം കെയർ ചെയ്യുകയാണ്. പക്ഷേ അവൾക്ക് കാര്യഗൗരവം അറിയില്ലല്ലോ, കുഞ്ഞല്ലേ. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിന്നുമോളെയും കൂട്ടി അലീനയും രേവതിക്കുട്ടിയും അവിടേക്ക് വന്നു. ചിന്നുമോൾ ഇടവിട്ടിടവിട്ട് ഓടുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം രേവതിക്കുട്ടി അവളുടെ കയ്യിൽ പിടിച്ച് ഓടരുത് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്തി. മാമച്ചനെ കണ്ടിട്ട് പരിചയം കാട്ടിക്കൊണ്ട് അവൾ പുഞ്ചിരിച്ച് അടുത്തേക്ക് ചെന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. മാമച്ചൻ അവളുടെ ചുമലിൽ കൈവച്ച് അവളെ ചേർത്ത് പിടിച്ചു. അങ്കിളിന് സുഖമാണോ? നല്ല സുഖം. മോക്ക് സുഖമാണോ? ആം. അവൾ തലയാട്ടി. ഒരു നിമിഷം ആലോചിച്ച് നിന്നിട്ട് അവൾ പറയുകയാണ്, നല്ല സുഖമല്ല കേട്ടോ. അത് കേട്ടിട്ട് സിസ്റ്റർ ആഗ്നസ് ഒന്ന് ചിരിച്ചു. മോള് പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ പിന്നെയും ചിന്നുമോൾ പറയുകയാണ്, എനിക്ക് ശ്വാസം മുട്ടല കുളിക്കുമ്പോൾ. ഒരു ദിവസം ബോധം കെട്ട് താഴെ വീണു, ആശുപത്രിയിൽ കൊണ്ടുപോയി. സംസാരിക്കുമ്പോൾ അവൾക്ക് നേരിയ കിതപ്പുണ്ടെന്ന് മാമച്ചന് മനസ്സിലായി. മാമച്ചൻ ചോദിക്കുകയാണ്, എന്നിട്ട് മോള് മരുന്നൊക്കെ മടികൂടാതെ കഴിക്കുന്നുണ്ടോ? ആ, കഴിക്കുന്നുണ്ട്. പൊതുവെ പ്രസന്നവതയായി കാണപ്പെട്ടുവെങ്കിലും അവൾക്ക് ക്ഷീണമുണ്ടെന്ന് മാമച്ചന് മനസ്സിലായി.
കണ്ടടങ്ങളിൽ ഒരു നിഴല് പതിഞ്ഞു കിടക്കുന്നു. കവളത്തെ വിളർച്ച വ്യക്തമായി തിരിച്ചറിയാം. രേവതിക്കുട്ടി സ്വീറ്റ്സിന്റെ പാക്കറ്റ് അവൾക്ക് കൊടുത്തു. ഒരു ജോഡി ഡ്രസ്സും അവൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും കൊടുത്തു. ചിന്നുമോൾ 2 പാക്കറ്റുകളും മാറോട് അടുക്കി പിടിച്ചു കൊണ്ടുപോയി സിസ്റ്റർ ആഗ്നസിന്റെ കയ്യിലേൽപ്പിച്ചു. അതങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവൾക്കറിയാം. മിടുക്കി. സിസ്റ്റർ ആഗ്നസ് അവളുടെ കവളത്ത് തലോടി. അവൾ സന്തോഷത്തോടെ മാമച്ചൻ ഇരിക്കുന്നിടത്തേക്ക് വീണ്ടും വന്നു. ആൻറ്റി എവിടെയാ ആങ്കിളെ? ഇപ്പോഴാണ് അവൾക്ക് ഗ്രേസമ്മയെക്കുറിച്ച് ഓർമ്മ വന്നത്. ആൻറ്റി കാറിലിരിക്കുക മോളെ. ആൻറ്റി എന്നാ ചിന്നുമോളെ കാണാൻ വരാഞ്ഞേ? ആൻറ്റിയുടെ കൂടെ വേറൊരു ആൻറ്റിയുണ്ട്. ആ ആൻറ്റിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാണ്. ഏതാൻറ്റിയാ അത്? ഞാൻ കണ്ടിട്ടുണ്ടോ അങ്കിളെ? മോള് കണ്ടിട്ടുണ്ടാവില്ല. അത് കേട്ടതോടെ അവളുടെ ആകാംക്ഷ ശമിച്ചു. തുടർന്ന് അവൾ അലീനയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, നമ്മൾ ബീച്ചിൽ പോകണുണ്ടോ അലീന ആൻറ്റി? മോൾക്ക് ഇപ്പം നല്ല സുഖമില്ലാതിരിക്കുകയല്ലേ? മോൾ മരുന്നെല്ലാം കഴിച്ച അസുഖമൊക്കെ മാറി മിടുക്കിയായി കഴിയുമ്പോൾ നമുക്ക് ബീച്ചിൽ പോകാട്ടോ. അപ്പോഴേക്കും മറ്റേ കന്യാസ്ത്രീ വിളിച്ചു, ഇനി മോള് വാ, നമുക്ക് ക്ലാസ്സിൽ കയറണ്ടേ? എനിക്ക് കാറിനടുത്ത് പോകണം. വേണ്ട മോളൂ, മഴ പെയ്യുന്നുണ്ടല്ലോ. മഴ നനഞ്ഞാലേ പനി പിടിക്കൂലേ? ആ ശരിയാ, പനി പിടിക്കും. ആ അതുകൊണ്ടല്ലേ പറഞ്ഞത് പോകണ്ടാന്ന്. വീണ്ടും ചിന്നുമോൾ അലീനയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കെഞ്ചുകയാണ്, ലീനാൻറ്റി ഇത്തിരി നേരം കൂടെ ഇവിടെ ഇരിക്കണേ. രേവതിക്കുട്ടിയും അലീനയും അവളോട് സംസാരിച്ചുകൊണ്ട് 10 മിനിറ്റ് നേരം കൂടി അവിടെ ഇരുന്നു. ഒടുവിൽ കന്യാസ്ത്രീ അവളെ ക്ലാസ് റൂമിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ഭാവിച്ചു. ഇനി എന്നാ ചിന്നുമോളെ കാണാൻ എല്ലാവരും വരുന്നേ? അവൾ രേവതിക്കുട്ടിയുടെയും അലീനയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ വരാടാ, അലീന പറഞ്ഞു. ചുമ്മാ. അവൾ ചിണുങ്ങുകയാണ്. ചുമ്മാതല്ലടാ ചക്കരെ, ഇനിയും വരും ഞങ്ങൾ. അപ്പോഴേക്കും മോൾക്ക് സുഖമാവും. നമ്മൾ കടപ്പുറത്ത് പോകും, ടൗണിൽ പോയി സിനിമ കാണും. അങ്ങനെ ഒരു ദിവസം മുഴുവനും നമ്മൾ അടിച്ചു പൊളിക്കും. അത് കേട്ടപ്പോൾ ആ ദിവസം ഇങ്ങ് അടുത്തു വന്നിട്ടെന്ന പോലെ ചിന്നുമോളുടെ കണ്ണുകൾ പ്രകാശിച്ചു. ആ മോൾ ക്ലാസ്സിലേക്ക് പോയിക്കോട്ടോ. അലീനയ്ക്കും രേവതിക്കുട്ടിക്കും ഉമ്മ നൽകി ബൈ ബൈ പറഞ്ഞ് അവൾ കന്യാസ്ത്രീയോടൊപ്പം തിരിച്ചുപോയി. നീണ്ട വരാന്തയിലൂടെ പോകുമ്പോൾ അവൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി കൈവീശി കാട്ടി. സിസ്റ്റർ ആഗ്നസിനോട് യാത്ര പറഞ്ഞ് മാമച്ചനും അലീനയും രേവതിക്കുട്ടിയും തിരികെ പോന്നു. അവർ ഗേറ്റിന് വെളിയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ വന്നു കയറി. മയങ്ങിപ്പോയ ഗ്രേസമ്മ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. അലീന ഗ്രേസമ്മയുടെ അടുത്തേക്കിരുന്ന് കർച്ചീഫ് കൊണ്ട് മുടിയിലെ നനവ് തുടച്ചു. ചിന്നുമോൾ എവിടെ? ഗ്രേസമ്മ ചോദിക്കുകയാണ്. ആൻറ്റിക്ക് കാണണമായിരുന്നോ? ഞാൻ വിചാരിച്ചു നിങ്ങളവളെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന്. അയ്യോ ആൻറ്റി, മഴ ചാറിയത് കൊണ്ടാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത്. അവൾക്ക് ഒന്നാമത്തെ പനിയായിരിക്കുകയായിരുന്നല്ലോ. അത് കേട്ടുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ മാമച്ചൻ പറയുകയാണ്, അവൾ വെറുതെ ഭംഗി വാക്ക് പറയുന്നതല്ലേ അലീന. കാണണമെന്നുള്ളവർ ഇറങ്ങി വരില്ലേ? കാറിലിരുന്ന് പോത്തുപോലെ ഉറങ്ങുവോ? ഉടനെ ഗ്രേസമ്മ ആവലാതിപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഞാൻ ഷെറിന് കൂട്ടിരുന്നതല്ലേ. ആ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. ഇത് പറഞ്ഞിട്ട് മാമച്ചൻ കാർ തിരിച്ച് മെയിൻ റോഡിലേക്ക് ഇറക്കി. മഴത്തോരു മുൻപേ എന്ന ഈ മനോഹരമായ പരമ്പരയുടെ വരുവാൻ പോകുന്ന എപ്പിസോഡുകൾ ത്രില്ലിംഗ് ആണ്. അത് മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുവാൻ മറക്കരുത്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.